ഞാനിവിടെ ഇരിക്കട്ടെ, എന്റെ കാലൊക്കെ വിറക്കുന്നു, എനിക്ക് പേടിയാവും. എനിക്ക് പേടിയാവുന്ന ആരാധിച്ച് ഫോട്ടോ എടുത്തോ, ഒരു ടെൻഷനല്ല. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ദേവിക. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ശ്രീയുടെയും ഗോകുലിൻ്റെയും വാവ ഉണ്ടായതിനോടനുബന്ധിച്ചുള്ളൊരു വ്ളോഗാണ്. കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പത്തെ ദിവസത്തെയും ഉണ്ടായ ദിവസത്തെയും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, അതും ഒക്കെ കൂടി കൂട്ടിയൊരു വ്ളോഗാണ് ഇന്നത്തെ വിഷയം. എനിവേസ്, സോ ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് ശ്രീയും ഗോകുലും. ശ്രീയുടെ വാവ വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു മാർച്ച് ഫസ്റ്റ് വീക്കിലേക്കൊക്കെ ആയിരുന്നു. എങ്കിലും ഫെബ്രുവരി 12th ഒക്കെ ആയപ്പോൾ തന്നെ അവൾക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ശ്രീയും ഗോകുലും ഹോസ്പിറ്റലിലായിരുന്നെങ്കിലും വിഹാൻ ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ വീട്ടിൽ ഓരോരോ പരിപാടിയൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് തന്നെയായിരുന്നു കേട്ടോ. ഒരു അലമ്പും ഇല്ലായിരുന്നു. ഇതിനുശേഷം ഗോകുല് വന്ന് നമ്മളെ പിക്ക് ചെയ്തു വാവയെ കാണാൻ പോകാൻ വേണ്ടി. വിഹാനായിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്. ശ്രീയുടെ ലഞ്ച് ബോക്സിന്റെ എന്തൊക്കെയാണ് ശ്രീക്ക് കഴിക്കാൻ. നമുക്ക് നോക്കാം ഇന്നെന്താണ് ശ്രീ കഴിക്കാൻ പോകുന്നത് ഗൈസ്. കഴിക്കും. അതെ, ശ്രീയുടെ അവസ്ഥ അതാണ്. എടുത്തു തരണോ? എനിക്ക് പേടിയാണ്. വിഹാന എടുക്കണോ ഇങ്ങോട്ട്? ആ, വിഹാൻ ഗുഡ് ബോയ് ആയിട്ടിരിക്കണേ. അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നടന്നു. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് നമ്മുടെ കസിൻസിനൊക്കെ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്ര ക്ലോസ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ കുറച്ച് ഒരു 1 വീക്കിന് ശേഷമായിരിക്കും കുട്ടിയെ കാണുക. പക്ഷെ ഇവിടെ നമുക്ക് ആദ്യ ദിവസം തന്നെ പോയി കുഞ്ഞിനെയൊക്കെ കാണാൻ പറ്റി. ഈവനിങ് വീട്ടിൽ വന്നതിന് ശേഷം പതിവ് പോലെ തന്നെ വിഹാൻ്റെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഈവനിങ് ഒരു 8 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ശ്രീയുടെ ചേച്ചിയും ഫാമിലിയും വന്നു. വിഹാനെ അതുകൊണ്ട് അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. ആൻഡ് ദെൻ എ ഫ്യൂ ഡേയ്സ് ലേറ്റർ നമ്മൾ വാവ വന്നത് പ്രമാണിച്ച് ഒരു ചെറിയ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഇനി നമുക്കിവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പോൾ 8:10 8 മണിക്ക് പ്രോഗ്രാം തുടങ്ങുമെന്നാണ് പറഞ്ഞത്. റെഡിയായി വന്നപ്പോഴത്തേക്ക് എത്ര സമയമായി. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ പോകാം. ഓക്കെ, നമുക്കിവിടെ നിന്നൊരു 20 minutes ഡ്രൈവേ ഉള്ളൂ ഈ പറഞ്ഞ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക്, അതായത് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക്. സോ അത്ര സമയം എടുക്കില്ല അധികം. സോ ലെറ്റ്സ് ഗോ. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉള്ളൊരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. എല്ലാവരും വാവയെ എടുക്കാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് പിന്നെ അത്രയ്ക്കൊരു ധൈര്യമൊന്നും ആയിട്ടില്ല. കുഞ്ഞു കുട്ടികളെടുത്ത് എനിക്ക് ശീലമില്ല. ശ്രീയുടെ ഫാമിലിയും ഗോകുലിൻ്റെ ഫാമിലിയും പിന്നെ വളരെ കുറച്ച് ഫ്രണ്ട്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിവിടെ ഇരിക്കട്ടെ, എന്റെ കാലൊക്കെ വിറക്കുന്നു, എനിക്ക് പേടിയാവും. എനിക്ക് പേടിയാവുന്ന ആരാധിച്ച് ഫോട്ടോ എടുത്തോ, ഒരു ടെൻഷനല്ല.
എടുത്തെടുത്ത് അതൊന്നും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ സർവ്വസാധാരണ. ബ്രോനെ കേട്ടിട്ടുണ്ട് വീഡിയോയില്. ആ, ഒരു ചിക്കനും ഒരു പനീറും ആയിരിക്കുമല്ലോ യൂഷ്വലി. വീഡിയോ അയ്യോ Thanks, sponsored by Google. Sponsored by Google. Sponsored by It's a male and female duet. It's ഞങ്ങൾ അവരുടെ അങ്ങോട്ട് പോയിരുന്നു. ബുദ്ധിമുട്ടിക്കരുത്. ഒരു പഞ്ചാബ് മാടി. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. പെട്ടെന്ന് നോക്കുമ്പോൾ ആകാശത്ത് മൊത്തം പുകയൊക്കെ ആയിട്ട് ആസ് വി ഗാട്ട് ക്ലോസർ വി റിയലൈസ്ഡ് ചെയ്തോ വീട്ടിൽ തീ പിടിച്ചതാണെന്ന്. പിറ്റേ ദിവസം ഫേസ്ബുക്ക് ഗ്രൂപ്പ് പേജസിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന് ഡീറ്റെയിൽ ആയിട്ട്. സോ യാ ദാറ്റ്സ് ഓൾ. അപ്പോൾ അതായത് അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഇതൊരു ഫാമിലി ഫ്രണ്ട്സ് ഓറിയൻറ്റഡ് വീഡിയോ ആയിരുന്നു. നമുക്ക് എന്താ പറയുക, എൻ്റെ മെമ്മറി ലൈനിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വ്ളോഗ്. കൂടുതൽ വ്ളോഗ്സായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് വാവയുടെ നൂലുകെട്ടിൻ്റെ ഒരു വ്ളോഗുണ്ട്, അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് വീഡിയോ. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മലയാളികളായിട്ട് ഒത്തിരി മലയാളികളെ കാണുന്നതും ഇപ്പം ഈ ഫംഗ്ഷനൊക്കെ തന്നെയാണെങ്കിലും. അപ്പം ഐ ഫീൽ ലൈക്ക് കുറച്ചും കൂടി എൻ്റെ ഫാമിലി ആയിട്ടല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് വി ഫീൽ ക്ലോസർ ടു ഹോം. അതാണ് ഇങ്ങനത്തെ ഫങ്ഷൻസൊക്കെ കൂടുമ്പോൾ ഉള്ളൊരു ഗുണം. അത് കാനഡ പോലുള്ളൊരു വേറൊരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പം നമുക്ക് ഇങ്ങനത്തെയുള്ള ഫങ്ഷൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് എല്ലാം വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ മെയിൻ റീസൺ. സോ യാ, I am happy, so I hope you all are happy too. So that's all for today. Thank you so much for watching this video. Bye bye. Living life, every day, late at night, not okay. All I want, and I pray, all I need